പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യഹോവയായ ദൈവം സംസാരിക്കുന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ രണ്ട് സഹോദരന്മാർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിലെ ഒരു സഹോദരനും പ്രൊട്ടസ്റ്റന്റ് സമുദായത്തിലെ ഒരു സഹോദരനും വലിയ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കത്തോലിക്ക സഭയിലെ ബഹുമാനപ്പെട്ട ആൻ്റണി തറയക്കടവിൽ അച്ഛനും ഉൾപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ പല പ്രാവശ്യം കേൾക്കുകയാണ്. അങ്ങനെ എന്നപ്പോൾ എനിക്കും ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് പറയുന്നതാണ്. ക്രൈസ്തവരും മുസ്ലിംസും തമ്മിൽ വല്ലാത്തൊരു യുദ്ധം നടക്കുന്ന പോലെയാണ്. അങ്ങനെ ആയിപ്പോയി. അത് അത്രയും യുദ്ധത്തിലേക്ക് അത് പ്രവേശിക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ആദ്യമേ തന്നെ വിശുദ്ധ തൃത്വം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. വലിയ ഒരു വിവാദ വിഷയമാണത്. ഞാൻ ഇതിനുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര വലിയ വേദപുസ്തക വ്യാഖ്യാതാവോ പണ്ഡിതരോ ഒന്നുമല്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. തള്ളടി തള്ളിക്കോ. വിശുദ്ധ തൃത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന് 3 ദൈവിക വ്യക്തികളുണ്ട്. വളരെ ചുരുക്കമായിട്ട് പറയുന്നുള്ളൂ. പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും ആധാരം പിതാവാണ്, സോഴ്സ്. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു. അങ്ങനെയൊക്കെ വാക്യങ്ങളുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ വീഡിയോയുടെ നിൽക്കില്ല. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വചനമാണ് പുത്രൻ. യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ പിതാവും പുത്രനും പരിശുദ്ധമായുള്ളൂ. പിന്നെ വേറെ അവിടെ ഒന്നുമില്ല. ഈ വചനം എന്ന് പറയുന്നത് പിതാവിൻ്റെ വചനമാണ്. അല്ലാണ്ട് വേറെ അവിടെ ഒരു ദൈവവും ഇല്ല, ഇന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എന്ന് പറയുന്നത് പിതാവിൻ്റെ മനസ്സിൽ വചനം ജനിക്കുന്നു, അത് വായിൽ കൂടി പുറത്തു വരുന്നു. ആ പുറത്തു വരുന്നതാണ് വചനം, വാക്ക് അല്ലെങ്കിൽ വേട്. മനസ്സിലാവുണ്ടോ? അല്ലെ, നമുക്ക് കുട്ടികളുണ്ടാകുന്ന പോലെ ഉണ്ടായ പുത്രനല്ല അത്. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവ് മനസ്സിൽ വിചാരിക്കുന്നത് വായിൽ കൂടി പുറത്തു വരുന്നതാണ് പുത്രൻ. മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ടാണ്. ഉണ്ടാകട്ടെ, ആദിയിലെ ശബ്ദമാണത്. ഉണ്ടാകട്ടെ ഒരു ശബ്ദമാണത്. ആ ശബ്ദം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് പുത്രനായി. അതാണ് പുത്രനിൽ കൂടി എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അവിടെ പിതാവുണ്ട്, പരിശുദ്ധാത്മാവൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വേറിട്ട് ഇതിൽ സംബന്ധിക്കുക, ഇതിൽ ഭാഗവാക്കാകാതിരിക്കുന്നില്ല. അങ്ങനെ യഹോവയായ ദൈവം സംസാരിക്കുന്നത് മുഴുവൻ പുത്രനിൽ കൂടിയാണ് എന്ന് പറഞ്ഞാൽ
പഴയ നിയമത്തിൽ വചനം എന്ന് പറയും പുത്രനെ. നമ്മളോട് പറയാണ്, പിതാവിൻ്റെ മനസ്സിൽ വചനം ജനിക്കുന്നു, ഉണ്ടാകട്ടെ എന്ന് തന്നെ വിചാരിച്ചു. അത് ജനിക്കുന്നത് അപ്പോൾ തന്നെ പിതാവിൻ്റെ വായിൽ നിന്നും പുറത്തു വരികയാണ്. അതാണ് പുത്രൻ, അതാണ് വേട്, അതാണ് വചനം. അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ്, ആ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 15:26 അതൊക്കെ ഉണ്ട്, അതൊന്നും പറയാൻ സമയമില്ല. അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ തർക്കവിഷയം. ഇപ്പോൾ പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, വേറെ ദൈവത്തിൽ നിന്നല്ല. പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു, വേറെ ദൈവത്തിൽ നിന്നല്ല. ആകയാൽ ദൈവം ഒന്നേ ഉള്ളൂ. അപ്പം മനസ്സിലാവും. ആവർത്തനം 4:6 അതൊക്കെ എന്ന് പറയുന്നത്, യഹോവയായ ദൈവം ഞാൻ ഏകനാകുന്നു, വേറെ ദൈവമില്ല. പക്ഷേ പിതാവിൽ നിന്ന് ജനിച്ച പുത്രന്റെ പിതാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. പിതാവുള്ളപ്പോഴേ പുത്രനും ഉണ്ട്. പിതാവുള്ളപ്പോഴേ പിതാവിൻ്റെ മനസ്സില്ലാതിരിക്കുമോ? മനസ്സിൽ വിചാരിക്കുന്ന പുത്രനിൽ കൂടി പുറത്തു വരാല്ലേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആത്മാക്കളാണ്, ആത്മാവാണ്. യോഹന്നാൻ 4:24 പറയുന്നുണ്ട്, ദൈവം ആത്മാവാണ്. അപ്പം ആത്മാവിന് വായുണ്ടോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊന്നും ചോദിച്ചാൽ അതിന് മറുപടിയില്ല. കാരണം സംസാരിച്ചു എന്നാണ് വേദോസത്തിൽ പറയുന്നത്. അപ്പോൾ സംസാരിക്കാനും അവന് കഴിവുണ്ട്, കേൾക്കാൻ കഴിവുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദൈവമില്ലോ, ദൈവത്തിന് ഒന്നും സാധ്യമല്ല. ആത്മാവായ ദൈവത്തിന് ഇരിക്കാൻ സ്ഥലം വേണോ, എടുത്തുണ്ടോ വലത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ മറുപടി ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു. അപ്പം ദൈവത്തിൽ 3 ദൈവീക വ്യക്തികളുണ്ട്. അത് 3 ഡിസ്റ്റിങ്ക്ട്സ് പേഴ്സൺസ് ആണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയാണ്. വ്യക്തി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിത്വം എന്ന് പറയുന്നതാണ് നല്ലത്. വ്യക്തിത്വം. അപ്പം അത് ഉണ്മയല്ലേ, അതിന് ജീവനില്ല എന്ന് ചോദിക്കുക. ജീവനുണ്ട്, ഉണ്മയാണ്, ബീയിങ് ആണ്. വ്യക്തിത്വം എന്ന് പറയുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ വ്യക്തി എന്ന് വ്യക്തമായിട്ട് പറയാം. പക്ഷെ ഇവിടെ വ്യക്തി എന്നും പറയും, ഞങ്ങൾ വ്യക്തിത്വം എന്നും പറയും. വ്യക്തിയുടെ സ്വത്വമാണ് വ്യക്തിത്വം. അങ്ങനെ അത് മനസ്സിലാക്കുക. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നത്, വേറെ ദൈവത്തിൽ നിന്നല്ല. ആകയാൽ ഒരു ദൈവമേ ഉള്ളൂ. പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ പൂർണ്ണ ദൈവമാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ പൂർണ്ണ ദൈവമാണ്. 3 ദൈവങ്ങളില്ല, ഇല്ല, ഒരു ദൈവമുള്ളൂ. ആ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങൾ, 3 വ്യതിരിക്ത വ്യക്തികൾ. അത് കൂടിച്ചേർത്തൊന്നും ഇരിക്കണമല്ല. പക്ഷെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും യോജിച്ചാണ്. ചില പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളുമാണ്. ഇപ്പോൾ പുത്രൻ കുരിശ് തൂക്കി മരിച്ചു, പിതാവ് പുത്രനും കുരിശ് തൂക്കിയിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ചിലർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് 3 പേരും സംയുക്തമായ തീരുമാനങ്ങളാണ്. അതാണ് ഉൽപ്പത്തി 1:26 പറയുന്നത്, നമുക്ക് നമ്മുടെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പം തന്നെ അവിടെ 1 കൂടുതൽ വ്യക്തികൾ ദൈവത്തിലുണ്ടെന്ന് വെച്ചായി. അവിടെ 4 ദൈവമുണ്ട് എന്നൊന്നും പറഞ്ഞു വരണ്ട. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു, വേറെ ദൈവത്തിൽ നിന്നല്ല. അതുകൊണ്ടാണ് ദൈവേകനാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഏക കർത്താവുണ്ട്. അത് പുത്രനെ പറ്റി പറയുന്നത്. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട ആരുമില്ല. ഈ കാര്യങ്ങൾ ഉറച്ചാൽ വിശുദ്ധ തൃത്വം തന്ന പെട്ടെന്നൊരു കോമൺ നോളജ് കിട്ടും. വിശുദ്ധമായിട്ട് തന്നെ പറയണം. ദൈവത്തിൻ്റെ ഒരു ഭാഗമല്ല പുത്രൻ, ദൈവത്തിൻ്റെ ഒരു ഭാഗമല്ല പരിശുദ്ധാത്മാവ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ടും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ടും അവർ
പൂർണ്ണദൈവമാണ്. പൂർണ്ണ ദൈവങ്ങളെന്ന് ഞങ്ങൾ പറയില്ല. പിതാവ് പൂർണ്ണദൈവമാണ്, പുത്രൻ പൂർണ്ണദൈവമാണ്, പരിശുദ്ധ പൂർണ്ണദൈവമാണ്. വേറെ ദൈവത്തിൽ നിന്നാണ് പുത്രനും പരിശുദ്ധമായും ജനിക്കുകയും പുറപ്പെടുകയും ചെയ്യുന്ന വരികിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സാരാംശം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പിതാവിനെന്നും പുത്രനെ പുത്രനെന്നും പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ആളത്വത്തെ പറ്റിയാണ്. അതാണ് 3 കുനൂമ എന്ന് പറയുന്നത്. ഏക സാരാംശവും 3 കുനൂമായുമാണെന്ന് പറയും. ആ കുനൂമ ആളത്വത്തെ പറ്റിയാണ്. പിതാവിൻ്റെ ആളത്വം പിതാവിന് മാത്രമേ ഉള്ളൂ, പുത്രനില്ല, പരിശുദ്ധ റൂഹായില്ല. പുത്രൻ്റെ ആളത്വം പുത്രന് മാത്രമേ ഉള്ളൂ, പിതാവിനും പരിശുദ്ധ റൂഹായില്ല. പരിശുദ്ധ റൂഹായുടെ ആളത്വം, അതായത് പുറപ്പെടൽ, പുത്രനും പിതാവിനുമില്ല. അപ്പം പിതാവിന് പിതൃത്വം, പുത്രന് പുത്രത്വം, പരിശുദ്ധ റൂഹായ്ക്ക് പുറപ്പെടൽ. ഇത്തരം കാര്യങ്ങൾ സാമാന്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. അത് വിശദമായിട്ട് പറയാൻ സമയമില്ല, ഇവിടേക്ക് നിൽക്കില്ല. അപ്പോൾ 3 ദൈവങ്ങളില്ല, ഒരു ദൈവമുള്ളൂ. ആ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുണ്ട്. വ്യക്തി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, വ്യക്തിത്വം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ പിതാവ് സംസാരിക്കുന്നത്, അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പുത്രനിൽ കൂടി സംസാരിക്കുന്നത്. അല്ലാണ്ട് പിതാവിന് സംസാരിക്കണമെങ്കിൽ പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്ന വചനം പുറത്തേക്ക് വരുമ്പോൾ അത് പുത്രനായി. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എഴുതിയാലും എഴുതിയില്ലെങ്കിലും സെയിമാണ്. അപ്പം തന്നെ ജനിക്കുമ്പോൾ അപ്പം തന്നെ വരാണ്. അതാണ് പിതാവും പുത്രനും പ്രായ വ്യത്യാസമില്ല എന്ന് പറയുന്നത്. പരിശുദ്ധ റൂഹായും അപ്പം തന്നെ പുറപ്പെടാണ്. അതായത് പിതാവ് സ്വയംഭുവാണ്. പിതാവ് സ്വയംഭൂ ആകുമ്പോൾ തന്നെ പുത്രനും പരിശുദ്ധ റൂഹായും സ്വയംഭൂവായി. പിതാവിന് മനസ്സുണ്ട്, ആ മനസ്സില്ലാതെ പിതാവില്ലല്ലോ. പരിശുദ്ധ റൂഹായും പിതാവിൽ നിന്ന് അപ്പോൾ തന്നെ പുറപ്പെടുന്നുണ്ട്. എപ്പോൾ തൃത്വം ഉണ്ടായോ അല്ലെങ്കിൽ പിതാവ് ഉണ്ടായോ അപ്പം തന്നെ പുത്രനും പരിശുദ്ധ റൂഹായും ഉണ്ട്. അപ്പം എപ്പോൾ എന്നുള്ളത് ചിന്തിക്കാൻ വഴിയിലാട്ടോ. കാരണം ദൈവമില്ലാത്ത ഒരവസ്ഥയില്ല, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പീരീഡില്ല. അവൻ കാലത്തിനും സമയത്തിനും ഒക്കെ അതീതനാണ്. അപ്പം അതുകൊണ്ട് അവർ പ്രായ വ്യത്യാസമില്ല. വിശുദ്ധിയിലൊന്നാണ്, പ്രായത്തിലൊന്നാണ്. അങ്ങനെ ഒത്തിരി ചുരുക്കം പറഞ്ഞ സാരാംശത്തിൽ അവർ ഒന്നാണ്, ദൈവത്വത്തിൽ ഒന്നാണ്. പക്ഷേ ആളത്വത്തിൽ പിതാവിന് മാത്രം പിതൃത്വം, പുത്രന് മാത്രം പുത്രത്വം, പരിശുദ്ധ റൂഹായ്ക്ക് മാത്രം പുറപ്പെടൽ. അതാണ് പിതാവ് പുത്രൻ പരിശുദ്ധ. ഇപ്പം ഏകദേശം ഒന്ന് മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ സംശയങ്ങൾ വന്നാൽ പിന്നെ പറയാം. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു കൽപ്പന കൊടുത്തു, ഈ പഴം നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കും. മരിക്കും എന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് തന്നെയാണ് അർത്ഥം. അപ്പം മരിച്ചില്ലോ കൊന്നില്ലോ എന്ന് പറയരുത്. അവർ ആത്മീയമായി മരിച്ചു കഴിഞ്ഞു. ശാരീരികമായ മരണം പിന്നാലെ വരുന്നുണ്ട്. ദൈവം ആദവനെ സൃഷ്ടിച്ചത് നശിക്കാൻ വേണ്ടിയിട്ടോ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ല, അവനെന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ. അവന് സ്വാതന്ത്ര്യം കൊടുത്തു, നിനക്ക് പറിക്കുകയോ പറിക്കാതിരിക്കുകയോ ചെയ്യാം. പറിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് സംസാരിക്കുന്ന മുഴുവൻ പുത്രൻ്റെ കൂടിയാന്നേ. പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് പുത്രന് യേശു ക്രിസ്തു എന്നൊക്കെ പേര് വരുന്നത്. പഴയ നിയമത്തിൽ വചനമെന്ന് തന്നെയാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ പുത്രൻ എന്ന് പറഞ്ഞത്. പിതാവ് പുത്രനെ കൂടാതെ ഒന്നും സംസാരിക്കാൻ പറ്റൂല പിതാവിന്. ആണ് കർത്താവ് ഇടയ്ക്ക് പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് വെച്ചാൽ ദൈവത്വത്തിൽ ഒന്നാണെന്ന് അർത്ഥം. രണ്ടും കൂടി ഒരു വ്യക്തി എന്നല്ല, ദൈവത്വത്തിൽ ഒന്നാണ്. മനുഷ്യത്വത്തിൽ ഞങ്ങൾ രണ്ടും രണ്ടാണ്. അതേസമയം ഞങ്ങൾ വ്യതിരിക്ത വ്യക്തികളാണ്, കൂടിച്ചേർന്നിരിക്കാതെ. അങ്ങനെ ഒരുപാട് തത്വങ്ങൾ അതിനകത്ത്. അപ്പോൾ പിതാവ് സംസാരിക്കുന്ന മുഴുവൻ പുത്രനെ കൂടിയാണ്. അമാലേഖരെ കൊന്നു, യബൂസ്യരെ കൊന്നു, പലരെയും കൊന്നുണ്ട്. അതിനുള്ള അധികാരം അവരുണ്ട്. ഇന്നും കൊലകൾ നടക്കണല്ലേ. അപ്പോൾ യഹോവ അല്ലെങ്കിൽ യേശു അധാർമികരാണ്, ധാർമ്മികതയില്ലാത്തവരാണ്. എത്ര പേരെ കൊന്നു, എത്ര പേരെ ചുട്ടുകളഞ്ഞു, എത്ര സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു.
എത്ര പേരെ പിടിച്ചുകൊണ്ടുപോയി ലേവ്യർക്ക് ഭാര്യമാരായിട്ട് കൊടുത്തു. അന്നത്തെ കാലാഗ്രഹമായിരുന്നു. ഒന്ന് മനസ്സിലാക്കുക, യഹൂദ ഗോത്രത്തെ ദൈവമാണ് തിരഞ്ഞെടുത്തത്, അല്ലാണ്ട് യഹൂദന്മാരല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്. ദൈവം യഹൂദ ജനതയെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്തത്, അവരിൽ കൂടി അവരെ സത്യവിശ്വാസം പഠിപ്പിച്ച് അവരിൽ കൂടി ലോകത്തെ മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനാണ് യഹോവ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ വേറെ ദൈവമില്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു, അങ്ങനെ പറഞ്ഞ ആരാളെ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ വേറെ ഒരു ദൈവമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവരൊക്കെ കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവർ അന്യദൈവത്തെ ആരാധിക്കാൻ പോയി. ഇത്രയൊക്കെ അവരെ പഠിപ്പിച്ചിട്ടും അന്യദൈവത്തെ ആരാധിക്കാൻ പോയി. ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല, ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് വിവാഹത്തെ പറ്റി കർത്താവ് മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരു ഭർത്താവിന് ഒരു കാര്യമാണ്, അങ്ങനെ ദൈവം വിചാരിച്ചിട്ടുള്ള ഇന്നും അന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആദം എനിക്കൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ല. ദൈവം ആദമനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ആദമിൽ ഹവ്വ ഉണ്ടായിരുന്നു, മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. പിന്നെ ആദമിൻ്റെ ഭാര്യയുടെ അടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. അത് ആ ഭാര്യയും ഭർത്താവിനുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം അവിഭാജ്യമായൊരു ബന്ധമാണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഒരു പുരുഷന് ഒരു സ്ത്രീ. അങ്ങനെയാണ് ദൈവം ആദ്യകാലം നിശ്ചയിച്ചത്. പക്ഷേ യഹൂദന്മാർ കഠിന ഹൃദയന്മാരായിരുന്നു. ഭാര്യ ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കൂടിയാൽ കുറഞ്ഞാൽ അപ്പം മൊഴിയല്ലായി. നിവൃത്തിയില്ലാതെ വന്നു. മോശയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. യാതൊരു സംസ്കാരമില്ലാത്ത, യാതൊരു അറിവില്ലാത്ത ഒരു 10,000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം ആലോചിച്ച് നോക്കി. മനുഷ്യൻ എന്ത് പരിഷ്കൃതനായിരിക്കും? ദാവീദും മോശയ്ക്ക് വരുന്ന 1400 BC ഒരു പുറകോട്ട് പോകണം. അപ്പോൾ ഒരു 3000 കൊല്ലം മിനിമം കൂട്ടിക്കോ, അല്ലെങ്കിൽ 3500 കൂട്ടിക്കോ. അന്നത്തെ കാലത്തെ പറ്റി ചിന്തിക്കണം നമ്മൾ. കൊല്ലണ്ടി വന്ന കൊല്ലും, എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലാതെ അവിടെ രക്ഷയില്ല. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. നിന്റെ ഒരു കണ്ണ് അടിച്ചു കളിച്ചാൽ നീ അവൻ്റെ ഒരു കണ്ണ് അടിച്ചു കളയാ, അവൻ്റെ മുഴുവൻ കണ്ണ് കഴിച്ചു കളിയില്ല. കൊല്ലല്ലേ അവനെ? ഒരു പല്ല് നിന്നെ കളഞ്ഞ അവൻ്റെ ഒരു പല്ല് കളാ. അങ്ങനെ അനുവാദം മോശം കൊടുത്താണ്, ദൈവം കൊടുത്തതല്ല. ഒരു നിവൃത്തിയില്ലാണ്ട് വന്നിട്ട് കൊടുത്താ. അപ്പോൾ അന്യദൈവത്തെ ആരാധിക്കാൻ പോയപ്പോഴാണ് ഇവരൊക്കെ കൊല്ലേണ്ടി വന്നത്. സ്ത്രീകളൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ടി വന്ന്. എല്ലാവരും കല്യാണം കഴിച്ച പുരോഹിതന്മാരൊക്കെ വന്ന് കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ ഒന്നിൽ കൂടി ഭാര്യമാരെ മോശിക്കാൻ അനുവദിക്കേണ്ടി വന്നു. എന്താ ചെയ്യണം? പക്ഷെ ഒരു സത്യം ഞാൻ നേരത്തെ പറയാനുണ്ടോ, ക്രൈസ്തവൻ്റെ പ്രത്യേകിച്ച് അപ്പോസ്തോലിക സഭകളുടെ, മറ്റ് സഭകളും ഏകദേശം അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഈ മരിച്ചുപോയവരെല്ലാവരെയും കർത്താവിൻ്റെ മരണത്തിന് ശേഷം പാതാളത്തിൽ ചെന്ന്, അന്നെല്ലാവരെയും പാതാളത്തിലെ കുട്ടികളുടെ പാതാളത്തിൻ്റെ 2 തട്ടുണ്ട്, മേൽത്തട്ട് കീഴ്ത്തട്ട്. മേൽത്തട്ട് അബ്രഹാം, ദാവീദ്, മോശ മുതലായ പിതാക്കന്മാർ. താഴെത്തട്ടിൽ ദുഷ്ടതയോടെ ജീവിച്ച പിതാക്കന്മാരുടെ ആത്മാക്കൾ. അപ്പം മോശയോട് കൊല ചെയ്തിട്ടില്ല, ഇതൊന്നും ചോദിക്കണ്ട, ഇതൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവ് പാതാളത്തിൽ ചെന്ന് അവിടെ തൻ്റെ സുവിശേഷം അറിയിച്ചു. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. നിങ്ങളെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു സത്യത്തിന് മനസ്സിലാക്കുക, പഴയ നിയമം മുഴുവൻ യേശുവിലേക്ക് ജനത്തെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യായപ്രമാണം കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ, കൊല ചെയ്താൽ അതിന് പരിഹാരം ന്യായപ്രമാണം പറയുന്നുണ്ട് എവിടെയെങ്കിലും? ഇല്ല. പക്ഷേ കൊല ചെയ്യരുതാൽ പരിഹാരമില്ല ന്യായപ്രമാണത്തിൽ. പക്ഷേ ഇവിടെ നീ ശരിക്കും അനുഭവിച്ചാൽ നിനക്ക് മാനസാന്തരം വന്നാൽ നിനക്ക് രക്ഷയുണ്ട്. അതാണ് പുതിയ നിയമത്തിൻ്റെ വ്യത്യാസം. യഹോവയല്ല യേശുവായിട്ട് വന്നത്, അങ്ങനെ തിരിക്കരുത്. യഹോവയുടെ പുത്രൻ വചനം ജഡമെടുത്താണ്
മനുഷ്യനായത്. യഹോവ അവിടെ തന്നെ ഉണ്ട്, അല്ലെ യഹോവ എല്ലായിടത്തും ഉണ്ട്. പുത്രൻ വചനം ജഡമെടുത്തപ്പോഴും വചനം പിതാവിൻ്റെ കൂടെയുണ്ട്, അവനിവിടെയുണ്ട്, ഭൂമിയിലുണ്ട്. അവൻ സർവ്വവ്യാപിയാണ്, അവൻ ദൈവമാണ്. അവന് പിതാവിൻ്റെ കൂടെ ആയിരിക്കും, അതേസമയം തന്നെ ഇവിടെ ഭൂമിയിലും ആയിരിക്കാം. അത് മനസ്സിലാകും. അപ്പോൾ പുത്രനിലേക്ക് നയിക്കാനാണ് ന്യായപ്രമാണം. പ്രമാണം എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ നോക്കേ വേണ്ട, എന്തൊക്കെ അവർ കാണിക്കണമെന്ന് അറിയാനുണ്ട്. ഇപ്പോൾ ന്യായപ്രമാണം നിന്നുപോയി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല. ന്യായപ്രമാണത്തെ നീക്കാനല്ല, അത് നിവർത്തിമാരാണ് ഞാൻ വന്നതെന്ന് കർത്താവിന് പറയുന്നുണ്ട്. അപ്പം ന്യായപ്രമാണം അനുസരിക്കണം. അതിപ്പോഴും ന്യായപ്രമാണം കൊണ്ട് നിൽക്കണ്ട്. പക്ഷേ ന്യായപ്രമാണത്തിന് കീഴിലല്ല, ഇനി കൃപയുടെ കീഴിലേക്ക്, ദൈവത്തിൻ്റെ ബലിയുടെ കീഴിലേക്ക്, ന്യായപ്രമാണത്തിന് പരിഹാരം ഉണ്ടാക്കിയ വിശുദ്ധ ബലിയുടെ വിശുദ്ധ കുർബാന, അതൊക്കെ അംഗീകരിക്കേണ്ടി വരും. ഇബ്രായർ 10-ാം ലേഖനത്തിൽ പറയുന്നുണ്ടത്. അവൻ പഴയതിനെ നീക്കിക്കളഞ്ഞ് പുതിയതിനെ സ്ഥാപിച്ചു. ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞ് രണ്ടാമത്തേതിനെ സ്ഥാപിച്ചു. ആ രണ്ടാമത്തെ ബലിയാണ് വിശുദ്ധ കുർബാന. ഒന്നാമത്തെ ബലി രക്തബലിയാണ്. അത് കഴിഞ്ഞു. ഞാൻ ദീർഘമായിട്ട് പറഞ്ഞാൽ ഇവിടെ നിൽക്കൂല. അപ്പോൾ ഈ സഹോദരന്മാർ തമ്മിൽ തല്ലിടാനല്ല വേണ്ടത്. അവരവരുടെ മതങ്ങളും കാര്യങ്ങളും പറയാം. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ വിശ്വസിക്കണ്ട. ഇവിടെ ആരും ജയിക്കണമില്ല, ആരും തോക്കണമില്ല. അത് സത്യം മനസ്സിലാക്കണം. ആരും ജയിക്കണില്ല, ആരും തോക്കണമില്ല. ഈ വേദപുസ്തക വാക്യങ്ങൾ വെറുതെ വളച്ചൊടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കുഴപ്പം. അപ്പോൾ അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ എല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് പറയണേ. അവിടെ ചെന്ന് ആദമേ നീ എവിടെയാന്ന് വിളിച്ചെന്ന് പറയണേ. പുസ്തകത്തിലതില്ല. അതൊക്കെ ചരിത്രങ്ങൾ പറയുന്ന പിതാക്കന്മാർ. നിങ്ങൾ വിശ്വസിക്കാതെയൊക്കെ ചെയ്തു. എനിക്കത് വിഷയമില്ല. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. അവരെല്ലാം ഏതെൻ്റെ പ്രതീസയിലേക്ക് കൊണ്ടുപോയി. ആദാം കൊച്ചു ചെയ്തപ്പോൾ ഏതെൻ്റെ പ്രതീസ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ്, അവിടെ ആത്മാക്കളല്ലേ, പാതാളത്തിലൊക്കെ ആത്മാക്കളാണ്. കർത്താവിൻ്റെ ആത്മാവ് എന്ന് പാതാളത്തിലെ ആത്മാക്കളോട് സംസാരിച്ചു. അവരത് വിശ്വസിച്ചു. അവരെയൊക്കെ ഏതെൻ്റെ പ്രതീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലതുവശത്തെ കള്ളനെയും ഇന്ന് എന്നോട് പ്രതീസയിലിരിക്കുന്നു പറഞ്ഞു. സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞില്ല. സ്വർഗം വേറെ, പ്രതീസ വേറെ. ഇതൊക്കെ പറയുമ്പോൾ മറ്റു ചില സഭാ അംഗങ്ങളുമായിട്ട് ചില അഭിപ്രായത്താലും അത് വേറെ കാര്യം. ഇന്ന് എന്നോട് പറദീസയിലിരിക്കുന്നു. പറദീസ തുറന്ന് ഈ മരിച്ചവരെയും കൊന്നവരെയൊക്കെ അവിടെ ആക്കി. ഒരു കാര്യമാണ് ഞാൻ പറയാം. ഒരു കൊച്ചുകുട്ടിയെ കൊന്നാൽ അവൻ ഉയർക്കുമ്പോൾ ഏകദേശം 30 വയസ്സെന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നു. മിക്ക സഭകളും അങ്ങനെ പഠിപ്പിക്കും. കാരണം 30 വയസ്സിലാണ് ഏകദേശം ആദാം സൃഷ്ടിക്കപ്പെട്ടത്. ആ 30 വയസ്സിലാണ് അവൻ പുറത്താക്കപ്പെട്ടത്. ആ 30 വയസ്സിൽ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിലേക്ക് പോകണം. ന്യായവിധിക്ക് ശേഷം ദുഷ്ടന്മാരൊക്കെ നരകത്തിൽ പോകും. അത് പറയേണ്ട കാര്യമില്ല. പർദീസയിലുള്ളവർ സ്വർഗം കാക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ന്യായവിധി കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു ദിവസം മരിച്ചു വീർക്കുമ്പോൾ തേജസ്കരണം വരും. ആ ശരീരം പിന്നെ ഒരിക്കലും നശിക്കില്ല. വെടിവെച്ചാൽ ഏക്കൂല്ല, രോഗമില്ല, ഒരു പ്രശ്നവുമില്ല. ദൈവത്തെ എന്നും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമായിട്ട് മാറും. ആ മരിച്ച ശരീരം തന്നെ വിറക്കണേ. അതിന് ഒരു തേജസ്കരണം വരണു. യേശുവിൻ്റെ മരിച്ച ശരീരം തന്നെയാണ് ഉയർത്തത്. അതിന് തേജസ്കരണം ഉണ്ടായി. അത് മുകളിലേക്ക് പോയി. തേജസ്കരണം വന്നില്ലെങ്കിൽ മുകളിലേക്ക് പറക്കൊന്നും പറ്റൂല. ദൈവമല്ലേ നയിക്കും. ദൈവത്വം മനുഷ്യത്വം അവനിൽ ഒരു സംയോജിച്ചിരിക്കുകയുണ്ടോ? അതൊന്നും ഈ കാര്യം പറഞ്ഞപ്പോൾ വലിയ വിഷയങ്ങളാവും. ഞാൻ എൻ്റെ സമയത്ത് വിശ്വാസം പറയണമെന്നുള്ളൂ. ദൈവത്വവും മനുഷ്യത്വവും മറിയാമൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ സംയോജിപ്പിക്കപ്പെട്ടു. ആ ദൈവ മനുഷ്യന് മാത്രമേ മനുഷ്യന് രക്ഷ നൽകാൻ സാധ്യമുള്ളൂ. ഒരു മനുഷ്യൻ മരിച്ചാലും ആർക്കും രക്ഷ കിട്ടൂല. ദൈവം മാത്രം മരിച്ചാലില്ല. ദൈവം മരിച്ചാൽ എങ്ങനെ നമ്മളറിയണം? ദൈവം ആത്മാവാണ്. അതുകൊണ്ടാണ് അവൻ ജഡം സ്വീകരിച്ചത്. ജഡത്തിൽ വന്നതാ. 12-ാം വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ കാണല്ലേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കട്ടെ. രക്തബലി അപ്പോഴും നൽകാൻ അവിടെ. എന്നിട്ടും കർത്താവുടെ ഇതെൻ്റെ പിതാവിൻ്റെ ഭവനം. ഓശാന ദിവസവും പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനം നീ അശുദ്ധമാകുന്നത് നിങ്ങൾ ഒക്കെ ഓടിച്ചു കളഞ്ഞില്ലേ, ചാട്ടവാറെടുത്തു, അടിച്ചില്ല. അപ്പോഴത് അവൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. AD 70 വരെ അത് പിതാവിൻ്റെ ഭവനം തന്നെയാണ്. പക്ഷേ രക്തബലികളെ പിന്നെ സഭ അംഗീകരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു രക്തബലികൾ അവൻ്റെ ബലിയോടുകൂടി നീങ്ങിപ്പോയി. തിരശ്ശീല മേൽനോണ്ട് അടിയോളം രണ്ടായി ചീറ്റിപ്പോയി. പിന്നെ രക്തബലി അവിടെ നിന്നു.
കർത്താവിന് മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യമുണ്ട്. അഹരോന്റെ പൗരോഹിത്യം ഇല്ലെങ്കിൽ അവന് രക്തബലി അർപ്പിക്കാൻ പറ്റൂല. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്, അത് ആരായാലും അതുകൊട്ടെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യത്തിലാണല്ലോ ഇവിടെ വലിയ വാദം നടക്കുന്നത്. തൃത്വത്തെ പറ്റിയുള്ള കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ ഞാൻ വേഗം വായിച്ചു പോവാം. മക്കളെ, പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നുവെന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആകിയാൽ എന്താകുന്നു ഇനി വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യൂ. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്തിനാ തല ക്ഷൗരം ചെയ്യാനും ചെലവ് ചെയ്യാൻ പറഞ്ഞാണ്? അന്നത്തെ ഒരു വഴിപാടായിരുന്നു അത്. ആ വഴിപാട് ഇന്നും നടത്തുന്ന ആളുകളുണ്ട്. ഞങ്ങളതിനൊന്നും എതിരുമില്ല. എന്നാൽ നിന്നെക്കൊണ്ട് ഈ കേട്ടത് ഉള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് കൂട്ടമായി നടക്കുന്നവൻ എന്നും എല്ലാവരും അറിയും. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചു അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം പൊട്ടിച്ചെത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ. യെരൂശലേം സുന്നഹദോസിലെ തീരുമാനമാണത്. അങ്ങനെ പൗലോസ് പുരുഷന്മാരുടെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു. അവരിൽ ഓരോരുത്തരിനു വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ആ ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ഷവർ ജയിച്ചു, ശുദ്ധി വരുത്തി. അവിടെ ഒരു രക്തബലി നടത്തിയിട്ടില്ല. എന്ത് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ ഹനനയാവോ ഹോമയാവോ ഭാര്യയാവോ ഒന്നും നടത്തിയിട്ടില്ല. സത്യം സത്യം സത്യം. അവിടെ പറയാത്ത വാചകം പറ, ഇവിടെ ഹനനയാഗം നടത്തിയിട്ട് അവിടെ ചെന്നൊരു വഴിപാട് കഴിച്ചു, തല ക്ഷവരം ജയിച്ചു. അവർ പ്രാർത്ഥിച്ചു കാണും. പ്രാർത്ഥിക്കാന്നേ പിതാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. രക്തബലി ഒന്നും അവിടെ അർപ്പിച്ചിട്ടില്ല. രക്തബലിയുടെ കാലം കഴിഞ്ഞു. ആ ഭവനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. ഇനി നിന്റെ ആവശ്യമില്ല. കല്ലിന്മേൽ കല്ല് ഇനി ശേഷിക്കില്ല. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക. അല്ലാണ്ട് അവിടെ ഹനനയാഗം നടത്തി ഹോമയാഗം നടത്തി എന്ന് പറയുന്നത് വേദവസ്ഥാടി നടന്നില്ല, ശരിയല്ല. അങ്ങനെ ചെയ്തിട്ടുമില്ല. പൗലോസ് പറഞ്ഞു ശരിയാണ്. ഇനി എന്തിനാ പരിശോധന? യെരൂശലേം സുന്നഹദോസിൽ പരിശോധന വേണ്ട 4 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞു ശ്വാസം മുട്ടിച്ചെത്തും എന്നുള്ള കാര്യങ്ങൾ. അത് അന്വേഷിച്ചാൽ മതി. പരിശോധനയുടെ ആവശ്യമില്ല. പക്ഷേ യഹൂദന്മാരൊക്കെ പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റുമോ? അവര് യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന എല്ലാവരും ആൺപ്രജയൊക്കെയും പരിശോധന ചെയ്യണം. 8-ാം നാൾ ചെയ്യണം. യേശുവും അത് ഏറ്റുണ്ട്. യേശു ജനിച്ച 8-ാം നാളിൽ പരിശോധന ഏറ്റവനാണ്. അപ്പോൾ ആ പരിശോധനയ്ക്ക് വിരോധമായി നീ മോശയുടെ ന്യായപ്രമാണത്തെ ലംഘിക്കുകയാണെന്ന് പറഞ്ഞാണ് ഈ പൗലോസിനെ കുറ്റം പറഞ്ഞത്. അതുകൊണ്ട് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, നീ ചെന്ന് അങ്ങനെ ഒരു കാര്യം നടത്തണം. പൗലോസ് അത് സമ്മതിക്കുകയാണ്. കാരണം അവരെ നേടേണ്ടതിന് ഇപ്പോൾ അത് ആവശ്യമാണ്. ഇപ്പം നേടേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് വയ്ക്കണ്ട. പക്ഷേ കാലക്രമേണ വന്ന് പരിശോധന ഒഴിവാക്കി. യെരൂശലേം സുന്നഹദോസിന് തീരുമാനമുണ്ട് പരിശോധന വേണ്ടത്. പക്ഷേ യഹൂദന്മാർ അംഗീകരിക്കേണ്ട. അവരെ തള്ളികളയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ ജനമാണ്, ദൈവം തെരഞ്ഞെടുത്ത ജനമാണ്. അപ്പോൾ അവിടെ ചെറിയ ഒരു ഒഴിവ് പൗലോസ് കൊടുത്തു. അത് സത്യമാണ്. അത് പൗലോസിന് പറ്റി തെറ്റുമില്ല. അവരതങ്ങനെ സമ്മതിച്ചു. പക്ഷെ കാലക്രമേണ പയ്യെ ആ പരിശോധന ഒഴിവാക്കി. ന്യായപ്രമാണമല്ല നിങ്ങളെ രക്ഷിക്കുന്നത്. ന്യായപ്രമാണത്തിൽ നീതീകരണമില്ല. നീതീകരണം കിട്ടണമെങ്കിൽ കൊല ചെയ്യരുതെന്ന് പറഞ്ഞ് കൊല ചെയ്താൽ അതിനുള്ള പരിഹാരം കർത്താവ് ക്രൂശിൽ തൂക്കി ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇനി നീതീകരണം കർത്താവിൻ്റെ രക്തബലിയിൽ കൂടിയാണ്. ആ നീതീകരണം തുടരാനാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. തലേദിവസം സ്ഥാപിച്ചു, ഇതെൻ്റെ രക്തം, ഇതെൻ്റെ ശരീരം. രക്തവും ശരീരം വേറെ വിരിയുന്നു. മരണമാണ് അവിടെ. മരണം നടക്കാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണത്തെ ആഘോഷിക്കണേ. അത് പുനരവതാരണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ, നോട്ട് എ റെപ്പറ്റീഷൻ. അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ബലി ഇന്നിൻ്റേതായി കൊണ്ടുവന്ന
ഇതിൻ്റെതായി കൊണ്ടുവരാൻ കാരണം എന്താ? കർത്താവ് ഇപ്പോഴും റോമർ 8:34 വായിക്കുമ്പോൾ അവരിപ്പോഴും ആണിപ്പാടുകൾ കാണിച്ച്, രക്തമില്ല, ആണിപ്പാടുകൾ കാണിച്ച് തൻ്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. ആ മധ്യസ്ഥ യാചനയോടുകൂടി ഞങ്ങളും ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവിന് സമർപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാന. കുർബാനയുടെ കാര്യം എന്താ പറയുന്നത് വെച്ചാൽ അത് പറയേണ്ടി വന്നുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ ഈ വാദപ്രതിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ചു. രണ്ടുപേരും, ക്രൈസ്തവ സമൂഹവും ഇസ്ലാം സമൂഹവും, അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. ആരും തോൽക്കണമില്ല, ആരും ജയിക്കണമില്ല. ആ ചിന്തയിലേക്ക് വന്ന ഇവിടെ ഒരിക്കലും പൗലോസും ശിഷ്യന്മാരും രക്തബലി അർപ്പിച്ചു, ഹോമയാഗം നടത്തി, അതിനെ ചെലവ് പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായിട്ടോട് പറയുന്നുണ്ട്. അവരിൽ ഓരോരുത്തരും വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണകാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ആ ക്ഷൗരം ചെയ്യാനുള്ള ചെലവാണ് പൗലോസിനെ കൊണ്ട് ജയിച്ചത്. നീ തന്നെ ചെയ്യണം, കാര്യം നിസാരമുള്ളൂ, പക്ഷെ നീ ചെയ്യണത്. അത് നിനക്ക് ഞങ്ങൾ തരുന്ന പ്രായശ്ചിത്തം വിചാരിച്ചോ? സത്യത്തിൽ ഇത് വേണ്ട, പക്ഷെ ഇപ്പം യഹൂദന്മാരെ നേടേണ്ടത് യഹൂദനെ പോലെ ആയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത്രയുള്ളൂ എൻ്റെ കാര്യം. അതിനുവേണ്ടി ഇത്രയും ഈ അധാർമികതയാണ് ഒക്കെ യഹോവാക്യത്തിന് വന്ന് കൊന്നിട്ടുന്നേ. അവൻ അധികാരമുണ്ട്, പക്ഷെ അവനെല്ലാത്തിനും രക്ഷിച്ചു. അവരൊക്കെ ഇപ്പം നിങ്ങൾ പറയുന്ന ഈ കൊന്നിട്ടുള്ള സകലരും ഏതിൻ്റെ പ്രതീക്ഷയിലുണ്ട്. ഞങ്ങളുടെ വിശ്വാസം എങ്ങനെയാ? അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടോ? ഈ ലോകത്തെ ജീവിതം ഒന്നുമല്ല, പരലോകത്തെ ജീവിതത്തിലാണ് പ്രാധാന്യം. അതിനാണ് ദൈവം ഇവിടെ വെച്ചു അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് കൊന്നു. അന്ന് കൊന്നില്ലെങ്കിൽ ഒറ്റെണ്ണത്തിന് കിട്ടൂല, ഒരു യഹൂദനെ കിട്ടൂല. അന്ന് കിട്ടിയിട്ടില്ല. കഠിനമായ ശിക്ഷ അന്ന് കൊടുത്തില്ലെങ്കിൽ ഈ സംസ്കാരമില്ലാത്ത, അറിവില്ലാത്ത, ബോധമില്ലാത്ത ആളുകളെ കൊണ്ടുവരാൻ പറ്റൂല. തല്ലി തന്നെ പഠിപ്പിക്കണം. മോനെന്ന് പറഞ്ഞ് തലയോടിയാലൊന്നും അവിടെ രക്ഷയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി പിന്നത്തെ കാര്യങ്ങൾ പിന്നെ സൗകര്യം കിട്ടിയാൽ ഞാൻ പറഞ്ഞോളാം. എൻ്റെ വാദപ്രതിവാദങ്ങൾ ഇന്ന് ഞാൻ കേട്ടു. ഇന്നിപ്പോൾ ഞായറാഴ്ച ഉണ്ടോ ഈ വീഡിയോ പിടിക്കണേ? ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്നപ്പോഴാണ് വെറുതെ ഒന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഇന്നത്തെ ആ വീഡിയോ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയ ഇനി കത്തോലിക്ക സഭയിൽ ബഹുമാനപ്പെട്ട ആന്റണി തറക്കടവിൽ വെച്ച് പറഞ്ഞു, മുഹമ്മദ് ഈസ പറയുന്നു, പിന്നെ പാസർ അരിൽ കൊടുത്തോട്ടും പറയുന്നു. ഇവരെല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മളെ സഹോദരൻ പോലെ കഴിയുക, അവനവൻ്റെ വിശ്വാസം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കേണ്ടേ, തർക്കിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഖുറാനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല, ഞാൻ ഒന്നും അറിയാൻ പാടില്ലായിരിക്കും. ഞാൻ അവനെ ഖുറാനെ പറ്റി പറയുന്നില്ല, കാരണം എനിക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനത് പഠിക്കണമല്ലോ, പഠിക്കണം നല്ലത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ വേദോസ വിദഗ്ധരൊന്നുമല്ല, പക്ഷേ ഇതിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. അതുകൊണ്ട് വിവാദങ്ങൾ ഇനി അവസാനിപ്പിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വളരെ അനാരോഗ്യപരമായൊരു പരിതസ്ഥിതി സൃഷ്ടിക്കും, സംശയമില്ല. ഇന്നലെ അതിനൊക്കെ സഹോദരങ്ങളെപ്പോലെ കഴിയണം. ഇന്ത്യ മതേതര രാഷ്ട്രമാണ്, ആർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാം, കാര്യങ്ങൾ പറയാം. ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റി വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.